ക്ലാസ്സായി മാറിയെന്നിരിക്കാം. കുറുന്തോട്ടിക്കും വാദമായി. ഈ ദേശാഭിമാനി പത്രം ഇന്നലെ നിർണായകമായ ഒരു പോലീസ് റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിച്ചപ്പോൾ എങ്ങനെയാണ് ഈ വാർത്ത കൈകാര്യം ചെയ്തതെന്ന് ഞാൻ പരിശോധിച്ചു. തിരുവനന്തപുരം എഡിഷനിൽ ഈ വാർത്ത അനേകം പേജുകളിൽ നോക്കി. ഒടുവിൽ 11ാമത്തെ പേജിൽ ഒരു സൈഡിൽ ഹോമിയോ ഗുളികയുടെ വലിപ്പത്തിൽ ഒരു ചെറിയ വാർത്ത കണ്ടു. മെറ്റ ഈ വിവാദവുമായി ബന്ധപ്പെട്ട് പ്രതിയാക്കപ്പെട്ടു എന്നതാണ് അതിന്റെ ഉള്ളടക്കം. ആ വാർത്ത വായിച്ചാൽ തോന്നും മെറ്റയിൽ സിഇഒ മാർക്ക് സക്കർബർഗും നിക് ലെഡും ഒപ്പം തന്നെ ജെന്നിഫർ ന്യൂസ്റ്റഡ് ഒക്കെ ചേർന്ന് കെ ശൈലജയെ തോൽപ്പിക്കാൻ വേണ്ടി കാലിഫോർണിയയിൽ ഇരുന്ന് ഈ ഒരു വ്യാജ സ്ക്രീൻഷോട്ട് തയ്യാറാക്കിയെന്ന് തോന്നിപ്പോകുമോ വാർത്ത കണ്ടു കഴിഞ്ഞാൽ. 12ാം പേജിൽ വീണ്ടും ഒരു ചെറിയ വാർത്തയുണ്ട്. അവിടെയും ഈ പറയുന്ന പോരാളി ഷാജിയുടെയോ അമ്പാടിമുക്ക് സഖാക്കളുടെയോ ഈ റെഡ് ഗ്രൂപ്പുകളുടെ ഒന്നും പേരില്ല ദേശാഭിമാനിയിൽ. അപ്പൊ പാർട്ടി പത്രവും ഈ സൈബർ ഊച്ചാളികളെ പേടിക്കുകയാണോ? കുറുന്തോട്ടിക്കും വാദമായിരിക്കും. അപ്പൊ പാർട്ടി പത്രവും ഈ സൈബർ ഊച്ചാളികളെ പേടിക്കുകയാണോ?